Hi everyone, welcome to English with Jo YouTube channel. ടെൻസസിൻ്റെ റിവിഷൻ ലെസനാണ് ഡേ 30 പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കൂടുതലായും നമ്മൾ ടെൻസസ് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ലെസണിൽ ഓരോ ടെൻസും എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ആ ലെസൺസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഡൗട്ട്സ് ഇല്ലാതെ ഈ വീഡിയോ മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ ടെൻസും ഈസിയായി ഓർത്തു വെക്കാനായി ഒരു സെൻറ്റൻസ് എടുക്കാം. ആ സെൻറ്റൻസ് ഓരോ ടെൻസിലായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനു മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ്, ഹാബിറ്റ്സ് ഇതൊക്കെ പറയുമ്പോഴാണ്. എക്സാമ്പിളായി ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ഡു എക്സസൈസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്. ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഹാബിച്വൽ ആക്ഷൻസ് ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. ഇനി സെയിം സെൻറ്റൻസ് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നത് നോക്കാം. ഞാൻ ഇന്നലെ വ്യായാമം ചെയ്തു. I did exercise yesterday. അപ്പോൾ ഡു എന്നത് ഡിഡ് ആയി അല്ലേ? I did exercise yesterday. എന്നാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നതെങ്കിലോ? ഞാൻ നാളെ വ്യായാമം ചെയ്യും. I will do exercise tomorrow. Please repeat. I will do exercise tomorrow. ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വന്നപ്പോൾ ഐ വിൽ ഡു എന്നാണ് വന്നത്. കാരണം വ്യായാമം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ നാളെ വ്യായാമം ചെയ്യും. ഐ വിൽ ഡു എക്സസൈസ് ടുമോറോ. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയാം, ഞാനിപ്പോൾ വ്യായാമം ചെയ്യുകയാണ്. ഐ എം ഡൂയിങ് എക്സസൈസ് നൗ. ഞാനിപ്പോൾ വ്യായാമം ചെയ്യുകയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ വ്യായാമം ചെയ്യുന്നതിനിടയിൽ തളർന്നു പോയി. ഐ ഗോട്ട് ടയേർഡ് വൈൽ ഐ വാസ് ഡൂയിങ് എക്സസൈസ് യെസ്റ്റർഡേ. ഇവിടെ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ ഏതാണ്? എക്സസൈസ് ആണ് അല്ലേ? ഐ ഗോട്ട് ടയേർഡ്, ഞാൻ തളർന്നു പോയി. വൈൽ ഐ വാസ് ഡൂയിങ് എക്സസൈസ് യെസ്റ്റർഡേ, ഇന്നലെ വ്യായാമം ചെയ്യുന്നതിനിടയിൽ. ഐ ഗോട്ട് ടയേർഡ്, ഞാൻ തളർന്നു പോയി. വൈൽ ഐ വാസ് ഡൂയിങ് എക്സസൈസ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വ്യായാമം ചെയ്യുന്നതിനിടയിൽ. ഐ ഗോട്ട് ടയേർഡ് വൈൽ ഐ വാസ് ഡൂയിങ് എക്സസൈസ് യെസ്റ്റർഡേ. നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് പറയുന്നത്? നാളെ ഈ സമയത്ത് ഞാൻ വ്യായാമം ചെയ്യുകയായിരിക്കും എന്ന് പറയുമ്പോൾ. ഐ വിൽ ബി ഡൂയിങ് എക്സസൈസ് ബൈ ദിസ് ടൈം ടുമോറോ. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഐ വിൽ ബി ഡൂയിങ് എക്സസൈസ് ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാൻ വ്യായാമം ചെയ്യുകയായിരിക്കും. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്ന ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ വ്യായാമം ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഡൺ മൈ എക്സസൈസ്. ഐ ഹാവ് ജസ്റ്റ് ഡൺ മൈ എക്സസൈസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ. ഈ സെൻറ്റൻസ് നോക്കൂ. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വ്യായാമം ചെയ്തിരുന്നു. ഇവിടെ വ്യായാമം ചെയ്തിരുന്നു എന്നത് ഒരു ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ ജോലിക്ക് പോയി എന്നത്. ഇവ രണ്ടും പാസ്റ്റിൽ നടന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആക്ഷൻ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. രണ്ടാമത്തെ ആക്ഷൻ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. I had done my exercise before I went to work. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വ്യായാമം ചെയ്തിരുന്നു. I had done my exercise before I went to work. Next, future perfect tense. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ
ചെയ്തിട്ടുണ്ടാകും എന്ന് കോൺഫിഡൻ്റ് ആയി പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഈ സെൻറ്റൻസ് നോക്കൂ. നാളെ ഈ സമയത്ത് ഞാൻ വ്യായാമം ചെയ്തിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ഡൺ മൈ എക്സസൈസ് ബൈ ദിസ് ടൈം ടുമോറോ. ഐ വിൽ ഹാവ് ഡൺ മൈ എക്സസൈസ് ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാൻ വ്യായാമം ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങുകയും ഇപ്പോഴും ആ ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഞാൻ 2 മണിക്കൂറായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യായാമം 2 മണിക്കൂറിന് മുൻപ് സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ ഇപ്പോഴും വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം, ഐ ഹാവ് ബീൻ ഡൂയിങ് എക്സസൈസ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ടെൻസ് ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞൊരു സമയത്ത് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ. ഇതിൽ പ്രസന്റ് ടെൻസുമായി ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ 1 മണിക്കൂർ വ്യായാമം ചെയ്യുകയായിരുന്നു. I had been doing exercise for an hour yesterday. I had been doing exercise for an hour yesterday. ലാസ്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ. I will have been doing exercise for an hour tomorrow. ഞാൻ നാളെ 1 മണിക്കൂർ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. I will have been doing exercise for an hour tomorrow. This is the end of the lesson. ബിഗിനേഴ്സിനായിട്ടുള്ള ഈ ഒരു 30 days ലെസൺ ഫുള്ളായി കാണുകയും നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സ് ലെവലിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി വരുന്ന വീഡിയോസിലൂടെ ലോങ് സെൻറ്റൻസ്, ഡെയിലി യൂസ് സെൻറ്റൻസസ് ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഈ 30 days ലെസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.